അപ്പോൾ ഇനിയിപ്പം വിദേശ വാർത്തകളുടെ സമയമാണ്. പി ജെയിംസ് സാറിന്റെ സമയമാണ്. ജെയിംസ് സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഹായ്. അപ്പോൾ അമേരിക്ക അല്ലേ? അതെ, അമേരിക്ക ഇന്ത്യക്ക് മേൽ 50% ഇറക്കുമതി തീരുവ, അതായത് ചുങ്കത്തിന് മേൽ ചുങ്കം. ഓൾറെഡി ഒരു പകരം തീരുവ ഉണ്ടായിരുന്നു 25%. ഇപ്പോൾ അതിന് മേൽ ഒരു 25% കൂടെ ചുമത്തിയിരിക്കുകയാണ്. നമ്മളെക്കാൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ചൈനയ്ക്കില്ല അത്രയും നികുതി. ചൈനയോട് എന്താണ് ഒരു സോഫ്റ്റ് കോർണർ? ഇന്ത്യയെ എന്തുകൊണ്ട് ഒറ്റപ്പെടുത്തുന്നു എന്ന് ചോദിക്കുമ്പം ഇനിയും വരാനിരിക്കുന്നു 8 മണിക്കൂറിലെന്നാണല്ലോ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും ഇതൊരു വല്ലാത്ത തരത്തിലുള്ള ഒരു ആഗോള വ്യാപാര യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നേരത്തെ ട്രംപ് പലർക്കെതിരെയും വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചെങ്കിലും ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നു. ആദ്യം 25% ഇറക്കുമതി തീരുവ, ഇപ്പോൾ റഷ്യയുടെ എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ 25% കൂടി. അത് ഓഗസ്റ്റ് 27 മുതൽ പ്രാബല്യത്തിൽ വരും. ഒരു വിലപേശലിനുള്ള ഒരു സമയം ബാക്കി വെച്ചിരിക്കുകയാണ് ട്രംപ്. പക്ഷേ ട്രംപിനോട് വഴങ്ങേണ്ട കാര്യമില്ല എന്ന നിലപാടാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. നേരത്തെ ട്രംപ് പറയുമ്പോഴൊക്കെ ഇന്ത്യ അതിന് മറുപടി പറയാൻ മുതിർന്നിരുന്നില്ല. ഒരു ഡിപ്ലോമാറ്റിക് പാത്തായിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുക, അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും അടങ്ങുന്ന പാശ്ചാത്യ സഖ്യവുമായിട്ട് ഒരുമിച്ച് ചേർന്ന് പോവുക, അങ്ങനെ ഒരു ബാലൻസ്ഡ് ഇതിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എല്ലാം പൊളിച്ചിരിക്കുകയാണ് ട്രംപ്. പക്ഷെ ട്രംപിന് കടുത്ത ഒരു മറുപടി കൊടുക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ചൈന സന്ദർശിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. എന്ന് മാത്രമല്ല, അവിടെ ചൈനയുടെ പത്രങ്ങളായിട്ടുള്ള ഗ്ലോബൽ ടൈംസ്, ഇംഗ്ലീഷ് വെർഷനാണ് അവരുടെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. അതിൽ ഇതിന് വലിയ പ്രാധാന്യമാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയിലേക്ക് വരുന്നു. ഒരുപക്ഷെ ഗാൽവൻ താഴ്വരയിൽ ഇന്ത്യയും ചൈനയും ഏറ്റുമുട്ടി നിരവധി 20-ലേറെ ഇന്ത്യൻ സൈനികർ വീരമൃത്യു പ്രാപിച്ചതിന് ശേഷം ഇതുവരെ ചൈനയിലേക്ക് ഒരു യാത്ര നടത്താനൊന്നും ഇന്ത്യ തയ്യാറായിട്ടില്ല. 7 വർഷമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോയിട്ടില്ലെന്ന് മാത്രമല്ല, ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത് പോലും അപൂർവമായി മാറിയിരുന്നു. 1-2 തവണയാണ് അതിന് ശേഷം. അതും മറ്റു സമ്മേളനങ്ങളുടെ ഇടയിൽ വെച്ചാണ് കണ്ടിരുന്നത്. നേരത്തെ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഷി ജിൻപിങ്ങുമായി ഇന്ത്യയിലേക്കും ചൈനയിലേക്കും ഒക്കെ യാത്രകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പോയിരുന്നതിന് ശേഷമാണ് ഇതിപ്പോൾ ചൈനയിലേക്ക് പോകാൻ ഒരു രാഷ്ട്രീയ തീരുമാനമായിട്ട് തന്നെ വരുന്നു. അവിടെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ യോഗം ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ പലപ്പോഴും അതിൽ ചൈനയിലാണെങ്കിൽ പങ്കെടുക്കാൻ ഇന്ത്യ പോകാറില്ല. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോകുന്നത് ചൈനയുമായിട്ട് ഒരുപാട് തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. കാരണം ഇപ്പോഴും മരുന്നിൻ്റെ ഏറ്റവും കൂടുതൽ റോ മെറ്റീരിയൽസ് വരുന്ന അടക്കം ഒരുപാട് കാര്യങ്ങൾ ചൈനയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അമേരിക്കയിലേക്ക് നമ്മൾ മരുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്ക നമ്മളെ പിടിക്കാൻ നോക്കുമ്പോൾ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന തലത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും ചൈനയുമായിട്ട് വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താനുള്ള നീക്കമാണ്. അപ്പുറത്ത് അജിത് ഡോവൽ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, റഷ്യയിലുണ്ട്. സ്വാഭാവികമായിട്ട് അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അടിയന്തരമായി കൂടിക്കാഴ്ച നടത്തി അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ഇതുമാത്രമല്ല, ഈ മാസത്തിന്റെ അവസാനത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യൻ സന്ദർശനം നടത്തുകയാണ്. ഇപ്പോൾ റഷ്യയും ചൈനയുമായിട്ടുള്ള വ്യാപാര ബന്ധം, പ്രത്യേകിച്ച് ട്രംപിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അടി അതാണ്. ട്രംപിന്റെ ശത്രുക്കളായിട്ട് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ള ചൈനയും റഷ്യയായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട്. ചൈനയുമായിട്ടുള്ള ബന്ധം നമ്മൾ പുതുക്കാൻ പോകുന്നു. ഇറാനുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തിയേക്കാം. അപ്പോൾ 2 ധ്രുവങ്ങളിൽ യൂറോപ്യൻ യൂണിയനുമായിട്ട്, ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളുമായിട്ട് തുറന്ന സ്വതന്ത്ര ചർച്ചയ്ക്ക് തയ്യാറാവുന്നു. ഈ തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഒരു തരത്തിലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തടയില്ല. കാരണം ഇന്ത്യക്ക് അത് അത്ര എളുപ്പമല്ല. കാരണം ഇന്ത്യ ഏറ്റവും കൂടുതൽ ആയുധം വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. റഷ്യൻ എണ്ണയ്ക്ക് വിലക്കുറവാണ്. അതങ്ങനെ വേണ്ടെന്ന് വെച്ചാൽ 35% ഇന്ത്യയുടെ ഓയിൽ അല്ലെങ്കിൽ എണ്ണ വാങ്ങുന്നത് റഷ്യയിൽ നിന്ന്. ഈ ഗൾഫ് രാജ്യങ്ങളെ മുഴുവൻ പിടിമുറുക്കിയിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളാണ്. അവർ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നില്ല അധികം. പക്ഷേ ഒരു ചോദ്യം ചോദിച്ചതിന് മറുപടി അതുവരെ കിട്ടിയില്ല. ട്രംപിനോട് ഒരു വനിതാ മാധ്യമ പ്രവർത്തകർ ചോദിച്ചത്, നിങ്ങൾ ഇന്ത്യക്കെതിരെ റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെ കുറിച്ച് പറയുന്നു, നിങ്ങൾ യുറേനിയം വാങ്ങുന്നത്, രാസവളം വാങ്ങുന്നത് ഒക്കെ റഷ്യയിൽ നിന്നല്ലേ, അത് തുടരുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ നടപടിയെന്ന് ചോദിച്ചപ്പോൾ ട്രംപ് തടി തപ്പി പോവുകയായിരുന്നു. ഞാൻ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു ട്രംപിന് തടി തപ്പേണ്ടി വന്നു. എന്തായാലും ജെയിംസ് സാർ, ഇവിടെ നമ്മുടെ ഈ അസീം മുനീർ ഉണ്ടല്ലോ, നമ്മുടെ അല്ല, ഇന്ത്യ വിരുദ്ധൻ, കൊടിയ ഇന്ത്യ വിരുദ്ധൻ അസീം മുനീർ 2 മാസത്തിനിടെ 2ാം സന്ദർശനം നടത്താൻ പോവാണ്. അവിടെ US ചാനൽ എന്താണ് മൈക്കിൾ കുർലിയുടെ യാത്രയപ്പ് ചടങ്ങിലാണ് അസീം മുനീർ പങ്കെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ അമേരിക്ക ഇന്ത്യക്ക് നൽകുന്ന വേറെ അല്ലാതെ ഇന്ത്യ വിരുദ്ധന ഒരു പട്ടാള മേധാവിക്ക് വിളിച്ച് പച്ചപ്പരവതാനി ആവർത്തിച്ച് വിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തോ ചില പാരഡൈം ഷിഫ്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്. നേരത്തെ ഗാൽവൻ സംഘർഷകാലത്ത് ഒരു ഇൻട്രോയിൽ ചങ്കിലെ ചൈനയല്ല, അത് ചതിയൻ ചൈനയാന്നൊക്കെ പറഞ്ഞു പോയായിരുന്നു. വീണ്ടും അത് ചങ്കിലെ ചൈന ആവുകയാണോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നതാണ്. എന്തായാലും ഗസയിൽ സംഘർഷവിരുദ്ധമാണ് ജെയിംസ് കാര്യങ്ങൾ.
ഇസ്രായേലിലെ സൈനിക തലവൻ പറഞ്ഞു ഞങ്ങൾക്ക് ഈ കൊടുംപാതകം ചെയ്യാൻ വയ്യ അത് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഈ ഗസ പിടിച്ചടക്കൽ പ്രാക്ടിക്കൽ അല്ലെന്ന് പറഞ്ഞു എതിർത്തു. പക്ഷേ മന്ത്രിമാരുമായി ചർച്ച നടത്തി. ഒരുപക്ഷെ ആ സൈനിക മേധാവിയുടെ സ്ഥാനം തെറിച്ചേക്കാം. അവിടെ ആൾക്കാർ പട്ടിണിയിൽ പിന്നെയും മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു. 135 പേർ കൂടി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. മരണസംഖ്യ ജെയിംസ് 61,000 മനുഷ്യരാണ്. 61,000. ഹാഷ്മി, ഈ ഗസയിലെ കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ന് ഞാൻ ഈ ദുഃഖകരമെന്ന് പറയും. ദുഃഖകരമെന്ന വാക്കിന് പോലും അർത്ഥമില്ലാത്ത ഒരു അവസ്ഥയാണ്. അത്രയും സങ്കടകരമാണ് കാര്യങ്ങൾ. ഈ ലോകത്തിൽ എവിടെയെങ്കിലും നരകമുണ്ടെങ്കിൽ അത് ഗസയാണ് എന്ന് പറഞ്ഞത് നമ്മളാരുമല്ല. ഐക്യരാഷ്ട്രസഭ, യൂറോപ്യൻ രാജ്യങ്ങൾ, ശത്രുപക്ഷത്ത് നിൽക്കുന്നവർ, ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേലിന് വലിയ ഒരു എതിർപ്പ് രൂപപ്പെട്ടിരിക്കുകയാണ്. ഒരു യുദ്ധം ചെയ്യുന്ന രാജ്യത്തിൻ്റെ സൈന്യാധിപൻ തന്നെ പറയുന്നു ഗസ പിടിച്ചടക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല. അവിടെ പോയാൽ ഈ കെണിയിൽ, ഹമാസിന്റെ കെണിയിൽ ഇസ്രായേൽ സൈനികർ പെട്ട് ഒരുപാട് പേർ കൊല്ലപ്പെടും എന്ന് മാത്രമല്ല, ഇത്ര കാലം 21 മാസത്തിലേറെ യുദ്ധം ചെയ്തിട്ടും ഇപ്പോഴും 75% പിടിച്ചടക്കിയെന്ന് പറയുമ്പോഴും ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പാടില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പോരായിരുന്നു യോഗത്തിൽ പറഞ്ഞു. ഇയാൾ സമീർ എന്ന അതിശക്തനായ സൈന്യാധിപനാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. അതിനിടയിൽ വാർത്തകൾ വരുന്നത് ഇസ്രായേലിൽ ഒരുപക്ഷെ പട്ടാള വിപ്ലവം നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ സൈന്യവും ഒരു വിഭാഗം മന്ത്രിമാരൊക്കെ എതിരിക്കുന്നു. പക്ഷേ അവിടുത്തെ വലതുപക്ഷ തീവ്രവാദികളായിട്ടുള്ള സിയോണിസ്റ്റുകളുടെ പിടിയിലാണ് അദ്ദേഹം ബെഞ്ചമിൻ നെതന്യാഹു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് അതിശക്തമായി നിലനിൽക്കുന്നു. ഈ യുദ്ധം അവസാനിച്ചാൽ അദ്ദേഹം ജയിലിൽ പോകുമെന്നുള്ള പ്രചരണങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് നടക്കുന്നത്. ഇസ്രായേൽ കയറി വീണ്ടും ആക്രമിച്ചിരിക്കുന്നു. 135 പേർ പലസ്തീനികൾ കൊല്ലപ്പെട്ടു. അതിൽ ഏറ്റവും ദയനീയമെന്ന് പറയുന്നത് ഭക്ഷണം കാത്തിരുന്ന 87 പേരാണ്. അതിൽ കൊല്ലപ്പെട്ടതിൽ 87 പേർ. അത് വല്ലാതെ സങ്കടപ്പെടുത്തുന്നതാണ്. മരണസംഖ്യ ഓരോ അക്കവും ഓരോ ജീവനാണ്. 61,000 കടന്ന് ഏതാണ്ട് 61,100 അതിനപ്പുറമായിരിക്കുകയാണ്. അപ്പോൾ ആ തരത്തിലേക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിലിടപെട്ടത് നിർത്താൻ ഐക്യരാഷ്ട്രസഭയ്ക്കോ മറ്റു രാജ്യങ്ങൾക്കൊന്നും കഴിയുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒളിഞ്ഞും തെളിഞ്ഞും ഇസ്രായേലിൻ്റെ ഈ നരഹത്യയെ പിന്തുണയ്ക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യം എന്നുള്ള സങ്കല്പത്തിന് അനുകൂലമായി യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ, ഫ്രാൻസ്, ബ്രിട്ടൻ, പല രാജ്യങ്ങളും രംഗത്ത് വന്നിരിക്കുന്നു. അവർ പറഞ്ഞ് ഈ കൊല്ലാക്കൊല കണ്ടുനിൽക്കാൻ വയ്യ എന്ന് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വരെ പറയേണ്ടി വരുന്നു. അവിടെയുള്ള ജനത പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ പ്രതികരിക്കുകയാണ്. എന്നിട്ടും ഇസ്രായേലിന് ഒരു കുലുക്കവും കാണുന്നില്ല. ഹാഷ്മി, ക്രിസ്റ്റീന.